ഗൃഹസന്ദർശന പരിപാടിയിലൂടെ അനുഭവപ്പെട്ടത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തുന്നത് അറിയുന്നതിനാണ് മാധ്യമങ്ങൾ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ പല വിധത്തിലുള്ള ഉപമകൾ സൃഷ്ടിക്കുന്നത് എന്നും പൊതുവെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ കള്ളക്കഥകൾ ജനങ്ങൾക്കിടയിൽ പ്രകടിപ്പിക്കുന്നതിന് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടിയും BJP നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ജനങ്ങളെ തിരിച്ചറിയിക്കാനുള്ള ഇടപെടലാണ് നടന്നിട്ടുള്ളത് എന്നാണ് ജനങ്ങൾ തന്നെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്ന വിധമുള്ള പ്രചരണങ്ങളാണ് ഇടതുപക്ഷം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല പ്രശ്നത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കള്ളക്കഥകൾ ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾക്ക് നല്ല നിലയിൽ മനസ്സിലാക്കാനായിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലായത്. പാർട്ടി ജനങ്ങളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. എല്ലാ കള്ളക്കഥകളെയും തുറന്നുകാട്ടി മുന്നോട്ടേക്ക് പോകേണ്ടതിന്റെ പ്രാധാന്യം ഈ ഗൃഹസന്ദർശന പരിപാടിയിൽ നേതാക്കളും പ്രവർത്തകരും ജനങ്ങളോട് തുറന്ന് സംവേദിച്ചിട്ടുണ്ട്. SIR പിണറായി വിജയൻ സർക്കാരിന്റെ പരിപാടിയാണെന്നും ന്യൂനപക്ഷങ്ങളെ രാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്നും പച്ചക്കള്ളം വ്യാപകമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം ഞങ്ങളുമായി സംവേദിക്കുന്ന സന്ദർഭത്തിൽ നിഷ്കളങ്കരായിട്ട് ജനങ്ങൾ എന്ന് പറയുന്നതല്ല ഉണ്ടായി. അങ്ങനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ UDF വർഗീയ പ്രചരണത്തിനെതിരെ നല്ല ജാഗ്രത പുറത്തുവരുന്നു, അല്ലെങ്കിൽ തെറ്റായ പ്രചരണത്തിന് ജനങ്ങൾ വീഴ്പ്പെട്ടു പോകുമെന്നും പറയുന്നതായി ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് UDF അനുകൂലമായിട്ട് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഒന്നും കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവത്തിൽ എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മതനിരപേക്ഷത ഊന്നൽ നൽകുന്ന ഗവൺമെന്റിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറയുന്ന സാഹചര്യം ആരോഗ്യ വിദ്യാഭ്യാസം, പാർപ്പിടം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഉണ്ടായ നേട്ടങ്ങൾ ഏറെയാണെന്ന് ജനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ കാണിക്കുന്ന ജാഗ്രത വലിയ മതിപ്പാണ് രേഖപ്പെടുത്തിയത്. ആശീർവദിക്കപ്പെട്ട ജനങ്ങൾ വലിയ വിശ്വാസമാണ് സർക്കാർ അർപ്പിച്ചത്. ചില മേഖലകളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യം പ്രാധാന്യവും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ മുന്നോട്ടേക്ക് വെച്ച വിമർശനങ്ങളും അതുപോലെ പോരായ്മകളും തിരുത്തി മുന്നോട്ടേക്ക് പോകും എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ തന്നെ ഞങ്ങളുമായി സംവേദിക്കുന്ന ഓരോരുത്തർക്കും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്.
ഞങ്ങളുമായി സംസാരിച്ചപ്പോൾ ഓരോ പ്രദേശത്തിനും പൊതുവെ കേരളത്തിനും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ജനങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. തീർച്ചയായും അടുത്ത പ്രകടനത്തിൽ ഉൾപ്പെടുത്തി അവ പ്രായോഗികമാക്കുന്നതിന് പോലുള്ള നിലപാടുകളും സ്വീകരിക്കും. സന്ദർശന പരിപാടി LDF കൊണ്ടും അധികാരത്തിലെത്താനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെട്ടത്. തെറ്റിദ്ധരിക്കപ്പെട്ട് കള്ളക്കഥകൾ വിശ്വസിച്ച് അങ്ങനെയുള്ള ആളുകളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി LDFിനോടൊപ്പം നിൽക്കും എന്ന കഴിഞ്ഞ പ്രാവശ്യം വ്യക്തി തെറ്റിദ്ധരുത്തും എന്നും പറഞ്ഞ നിരവധി ആളുകൾ ഞങ്ങൾ ഈ സന്ദർശന ഘട്ടത്തിൽ കാണുകയുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. BJPയും കോൺഗ്രസും അതായിരുന്നു വലിയ പ്രചരണത്തിന് വലിയ ആയുധമായി ഉപയോഗിച്ചത്. ഗവൺമെന്റിന്റെ വികസനവും ക്ഷേമവും ഉൾപ്പെടുന്ന കാര്യങ്ങളൊന്നും ചർച്ചയാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മറയായി വലതുപക്ഷവും BJPയും മാധ്യമങ്ങളും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു കൊണ്ടുവന്നത്. ഈ ഇടതുപക്ഷത്തിനെതിരായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയത് എന്ന് നമുക്ക് അറിയാം. അന്വേഷണത്തെ പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് BJPയുടെ സ്വർണ്ണമൊന്നും നഷ്ടപ്പെടരുത്, കുറ്റവാളി ആരായാലും അവർക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം, ആരെയും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന സമീപനം CPM SIT അന്വേഷണത്തിന്റെ ആവശ്യകതകളുടെ ഘട്ടത്തിൽ തന്നെ വന്നതാണ്. അതിൽ ഞങ്ങൾ ഒരു തരത്തിലും മാറിയിട്ടില്ല. എന്നാൽ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പഴയ ഒരു വിഷയമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനും ചർച്ച ചെയ്യാനും ഒന്നും മെനക്കെടുന്നില്ല. കാരണം കോൺഗ്രസിന്റെയും BJPയുടെയും പ്രമുഖ വ്യക്തികൾക്കിടയിലേക്ക് കാര്യങ്ങൾ നീക്കി വന്നപ്പോൾ ഇതിനെ ആയുസ് നഷ്ടപ്പെട്ടവരായി അവരും മാറി, ഇവരും മാറി. ഞങ്ങളെ സംബന്ധിച്ച് അതും ഇന്ന് വലിയ നിലപാടാണ്. ഞങ്ങളുടെ അത്തരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നില്ല. ഇപ്പോഴും SITക്കെതിരായിട്ട് വലിയ സതീശൻ പറയുകയാണ്, BJPക്കാർ പറയുകയാണ്, സോണിയാഗാന്ധിയെ കാണാൻ ഈ കേസിലെ ഏറ്റവും പ്രമുഖമായ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രതിയും സ്വർണം തട്ടിക്കൊണ്ടുപോയിട്ട് വിറ്റ കളവ് മുതൽ വാങ്ങിയ ആണ്. എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിച്ചത് തെറ്റായിട്ടാണ്. വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ടാണ് അഖിലേന്ത്യാ നേതൃത്വത്തിലാണ് കോൺഗ്രസിന് അനാവശ്യമായ രീതിയിൽ സോണിയാഗാന്ധിയെ തന്നെ വലിച്ചെടുക്കുന്ന സ്ഥിതിയിൽ കാര്യം എത്തിച്ചതേ തെറ്റായി എന്നാണ് പറയുന്നത്. മാത്രമല്ല അതിന് മുമ്പ് 2017 നല്ല സിമന്റ് തറയിൽ ഉറപ്പിച്ച കുടിവരം ചിലരായി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റുന്നതിന് വേണ്ടി ആജീവൻചി 10 കിലോ സ്വർണ്ണം ഉൾപ്പെടെയുള്ള ഭാഗം പൂർണ്ണമായിട്ട് നിയമവിരുദ്ധമായി തന്ത്രിക്ക് നൽകി എന്ന കാര്യം തന്ത്രികൾ വിളിക്കുന്നത് പിടിച്ചെടുക്കുന്ന സ്ഥിതിയും വന്നപ്പോൾ KR ഗോപാലകൃഷ്ണന്റെയും അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അന്നത്തെ ഗവൺമെന്റിന്റെയും പ്രശ്നം പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കുന്നുണ്ട്. ഹൈക്കോടതി SITയോട് രണ്ടും അന്വേഷിക്കണം, 10 കൊല്ലത്തിലല്ല 20 കൊല്ലത്തേക്കും അന്വേഷിക്കണം.
അന്വേഷണം നടത്തുമ്പോഴാണ് ഇപ്പോഴും വി ഡി സതീശൻ പറയുന്നത് SIT തെറ്റായ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. SITയുടെ വ്യാപ്തി, അന്വേഷണ വ്യാപ്തി കൂടി ആദ്യം പറഞ്ഞതിന് അപ്പുറത്ത് കടന്നു. സ്വാഭാവികമായിട്ടും 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ചാർജ്ഷീറ്റ് കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അങ്ങനെ വന്ന നിയമപരമായിട്ട് ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ജാമ്യത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയത്. ഇനിയും അന്വേഷണം പൂർത്തിയാക്കാൻ ആയിട്ടില്ല. അത് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ പിന്തുണയോടുകൂടിയാണ്. ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. സമയം നീട്ടി കൊടുക്കുന്നത് ആരാണ്? ഹൈക്കോടതിയാണ്. എന്നിട്ട് SITയെ ശക്തിയായ രീതിയിൽ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ഭാഗം. BJP തന്ത്രിയെ പിടിച്ചതോടുകൂടി തന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടാണ് വരുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്താണ് വന്നതോടുകൂടി BJPക്ക് പിന്നെ അധികം ഉണ്ടാകില്ല. അപ്പൊ എല്ലാ അന്വേഷണം നടക്കട്ടെ, ആവശ്യമായ രീതിയിലുള്ള പിന്തുണ SITക്ക് നൽകിക്കൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാനാവുന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെയും പാർട്ടിയും പ്രതീക്ഷിക്കുന്നത്. ഒറ്റിയെ കയറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട ഈയിടെയെല്ലാം ആദ്യമുള്ളവരുടെ പാർലമെന്റിന്റെ മുമ്പിൽ സമരം നടത്തിയത് പ്രതിപക്ഷ MP-മാരുണ്ടായി. ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്, ഈ പറയുന്ന ഒറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമല്ല, UDF തന്നെയാണ്. അവരുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴ് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമസഭയിലുണ്ടായ അവരുടെ ഒളിച്ചോട്ടം. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു, പത്രങ്ങൾ മുഴുവൻ എഴുതുന്നു. അതൊക്കെ അത്ര ഭയങ്കരമായ പ്രശ്നമാണെന്ന് നമുക്ക് പറഞ്ഞിട്ട് നിയമസഭ ആരംഭിച്ചു. നിയമസഭ ആരംഭിച്ചപ്പോൾ നിയമസഭയിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ഇവർക്ക് ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അതാണ് എല്ലാ സന്ദർഭത്തിലും പാർലമെന്റ് വ്യവസ്ഥയനുസരിച്ച് ഉന്നയിക്കുക. അടിയന്തര പ്രമേയം നൽകാതെ അസംബ്ലി തുടങ്ങിയ നിമിഷം തന്നെ പ്രതിപക്ഷ നേതാവ് അത് കരാക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾക്ക് അടിയന്തര പ്രമേയം നൽകുക, നോട്ടീസ് കൊടുക്കാം. പക്ഷേ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ KR ഗോപാലകൃഷ്ണന്റെ കാലത്തെ സംവിധാനം ഉൾപ്പെടെ കുടിവരം ഉൾപ്പെടെ വാശിവാഹനം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് അതിന് തയ്യാറാവാതെ അസംബ്ലി തന്നെ ഒഴിവാക്കി ഓടിപ്പോകുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഒരവസ്ഥ. അപ്പോൾ നിയമസഭയിൽ നിന്ന് അവർക്ക് ഒളിച്ചു പോകേണ്ട അവസ്ഥയുണ്ടായി. മന്ത്രിമാരെ വെല്ലുവിളിച്ചു പറഞ്ഞു, നിങ്ങൾ അടിയന്തര പ്രമേയം പോകുക, നമുക്ക് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രയാസം. അടിയന്തര പ്രമേയം കൊണ്ട് ഇറങ്ങിപ്പോയാൽ പ്രശ്നമില്ല. പക്ഷേ അടിയന്തര പ്രമേയം ചർച്ച നടത്തുകയിച്ചാൽ പ്രതികൂലമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അവരതിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഓപ്പറേഷനിൽ ഭൂരിപക്ഷമില്ലെങ്കിലും ഒന്നാമത്തെ കക്ഷി എന്ന രീതിയിൽ കടന്നിലേക്ക് വന്ന BJP ഞങ്ങൾ കേരളത്തിലെയും പ്രത്യേകിച്ച് അതിന്റെ കേന്ദ്ര ബിന്ദുവായ തിരുവനന്തപുരത്തിന്റെയും സമഗ്രമായ വികസനത്തെയും പ്രധാനമന്ത്രി വന്ന ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമെന്നവർ പറഞ്ഞു. വികസന പാക്കേജ് പ്രഖ്യാപിക്കുമെന്നും BJP പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമന്ത്രി വന്നു എന്നുള്ളതും പ്രധാനമന്ത്രി രാഷ്ട്രീയമായ പ്രസംഗം നടത്തി പോവുകയും ചെയ്തു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ അവിടെ എത്തിയ പ്രധാനമന്ത്രി വരുമ്പോഴും
തിരിച്ചു പോകുന്നതിന് ശേഷവും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിച്ച പശ്ചാത്തലത്തിൽ ലഭിക്കുമായിരുന്നു. ഒന്നും ലഭിച്ചില്ല എന്നുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെയുള്ള ഒരു അനുഭവമാണ് കുട്ടി ഓടിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിച്ച് ഒരു കാര്യവും പ്രഖ്യാപിക്കാതെ വികസനത്തിന്റെ കാര്യം ഉണ്ടാതെ ഒരു രാഷ്ട്രീയ പ്രശ്നം നടത്തി പോകുന്നതാണ് ഉണ്ടായിട്ടുള്ളത്. അത് വലിയ രീതിയിലുള്ള കവളിക്കൽ പ്രസ്ഥാനമായിട്ട് മാറിയെന്ന് ജനങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത്. 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ട വേറൊരു കാര്യം, 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും കൂടി ഒറ്റ ഘട്ടമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴും കാണുന്ന ലോകയുദ്ധത്തിന് അത്യപൂർവമായ സംഭവം. ഒരു കൊല്ലം കൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സീപോർട്ടായി തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം ആരംഭിച്ച് 2024 ഡിസംബർ 3-നാണ് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ഒരു തുറമുഖത്തും ലഭിക്കാതെ ഈ സ്വീകാര്യത നമുക്ക് ലഭിക്കുകയുണ്ടായി. 15.13 ലക്ഷം TBU കൈകാര്യം ചെയ്തു എന്നതാണ് ഇപ്പോഴും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ശേഷി 10 ലക്ഷം TBUവിൽ നിന്ന് 50 ലക്ഷം TBUവായി ഉയർത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു 3-4 വലിയ കപ്പലുകൾക്ക് ഒരേ സമയം എടുക്കാനുള്ള സാഹചര്യവും അവിടെ ഉണ്ടാവും. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വേണം പോലെ കാണാൻ. യഥാർത്ഥത്തിൽ ഒരു വിഴിഞ്ഞ തുറമുഖത്തിന് മാത്രം പ്രശ്നമല്ല, നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അങ്ങനെയുള്ള നിരവധി പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഒപ്പം വേണം നമുക്ക് വിഴിഞ്ഞാൻ പദ്ധതിയെയും അതിന്റെ സമഗ്രമായ വികസനത്തെയും കാണാൻ. തുറമുഖം രൂപപ്പെട്ടു വരുന്നതിനിടയിൽ വലിയ കലാപം തന്നെ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം വന്ന് നേതൃത്വം കൊടുത്തിരുന്നു എന്ന കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്. പത്രം ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പദ്ധതി അവസാനിപ്പിച്ച് ഞങ്ങൾ അടങ്ങുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാക്കളുടെ അവിടെ ചർച്ച ചെയ്യാന്നുള്ളത് ശരിയാണ്. നമുക്കറിയാമോ, ഈ വിഴിഞ്ഞ പദ്ധതി ഇവിടെ അവസാനിപ്പിച്ചേ പറ്റും. അതാണ് പോലീസ് സ്റ്റേഷൻ അക്രമത്തിലേക്ക് പോയത്. അത് പിന്തുണ നൽകുന്ന പ്രതിപക്ഷമായിരുന്നു ഇവിടെ BJP ആയാലും കോൺഗ്രസ് ആയിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു BJP മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. കൂടി ആ കലാപ ശ്രമത്തെയും അതിജീവിച്ചുകൊണ്ടാണ് തുറമുഖം ഉണ്ടായത് എന്ന കാര്യം മറന്നുപോകാതിരിക്കാൻ ഞാൻ മുൻകൂടി യോജിക്കുന്നത് മാത്രമേ. അപ്പോൾ അത് കേരളത്തിന്റെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംരംഭമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ സാധാരണ രീതിയിൽ തരുന്ന കടമായിട്ടല്ലാതെ തരുന്ന ഗ്രാന്റ് ഉണ്ടായിരുന്നു. എല്ലാ തുറമുഖങ്ങൾക്കും അതുപോലെ മറ്റുള്ള പദ്ധതികൾക്കും ഈ വയബിലിറ്റി ഫണ്ട് ഗ്രാന്റായി നൽകിയിരുന്നു. ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തന്നില്ല എന്ന് മാത്രമല്ല, നമ്മളോട് പറഞ്ഞത് 817 കോടി രൂപ വായ്പയായി നൽകുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ നമുക്ക് ഗ്രാന്റായിട്ട് വളർന്നു തരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറുണ്ടായിരുന്നില്ല. സംസ്ഥാന സർക്കാർ ഈയിടെയായി 4771 കോടി രൂപയാണ് ഈ തുറമുഖത്തിന് വേണ്ടി ചെലവഴിച്ചു കൊടുക്കുന്നതും ഇനിയും
അതിനുള്ള സഹായം നൽകി രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും കൃത്യമായിട്ട് പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ചെയ്യുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുള്ള എക്സിക്യൂട്ടീവിന്റെ കടന്നുകയറ്റത്തെ പറ്റിയാണ്. വളരെ ഗൗരവതരമായി സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ഉജ്ജൽ ഗുയൽ ഇന്ന് ഞാൻ നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചു, വാർത്ത വരികയും വളരെ അപകടകരമായ ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മധ്യപ്രദേശിലുണ്ടായിരുന്ന ജസ്റ്റിസ് അദ്ദേഹം അതുൽ ശ്രീധർ മലയാളിയാണ്. അദ്ദേഹത്തെ അലഹബാദ് കോടതിയിലേക്ക് സ്ഥലം മാറ്റി. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് മാറ്റാനാണ് കൊളീജിയം തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഗവായി അദ്ദേഹത്തെ ഛത്തീസ്ഗഡിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചതിന്റെ മേലെ കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ നിർദ്ദേശിച്ചതിനനുസരിച്ച് അങ്ങനെ തന്നെ എഴുതി. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കാൻ പാടില്ല. കൊളീജിയം എന്ന് പറയുന്നത് സ്വന്തമായ സ്ഥാപനം. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനിക്കുന്നത്. അദ്ദേഹമാണ് എഴുതിയത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ഛത്തീസ്ഗഡിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ച അതുൽ ശ്രീധരനെ അലഹബാദ് കോടതിയിലേക്ക് മാറ്റി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നതിന് കൃത്യമായ ഉത്തരവുണ്ട്. അദ്ദേഹം മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജസ്റ്റിസായിരുന്ന സന്ദർഭത്തിൽ നമുക്കറിയാലോ, പഴയ നമ്മുടെ പാകിസ്ഥാനിൽ നിന്നുണ്ടായിരുന്ന പ്രശ്നം, അത് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ കേണൽ സൂഫിയ ഖുറേഷി പത്രസമ്മേളനം നടത്തി എന്താണ് സംഭവിച്ചത് എന്ന കാര്യം കൃത്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ അവർക്കെതിരായി BJP മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷാ വലിയ കടന്നാക്രമണം നടത്തി, വർഗീയ കടന്നാക്രമണം നടത്തി. ആ വർഗീയ കടന്നാക്രമണത്തെ പറ്റി മധ്യപ്രദേശ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരിക്കുന്ന അതുൽ ശ്രീധർ സ്വമേധയാ കേസെടുത്തു. ആ ഒരു ഭാഗ്യമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ മാറ്റാനിടയാക്കി. മാറ്റുക എന്ന് പറയുമ്പോൾ അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന കാര്യം പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ജമ്മു കാശ്മീരിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നപ്പോ നിയമവിരുദ്ധമായ അറസ്റ്റും തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്യുന്ന പ്രശ്നത്തിനെതിരായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഭരണകക്ഷിക്ക് എതിരായ അല്ലെങ്കിൽ അവരാഗ്രഹിക്കാത്ത നിയമപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് രക്ഷയില്ല എന്ന പ്രശ്നം ഉയർന്നു വന്നാൽ അതുണ്ടാക്കുന്ന ഭരണഘടനാപരമായ പ്രശ്നം വളരെ ഗുരുതരമാണ്. അതിപ്പോൾ ജസ്റ്റിസ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള സംഭവം അദ്ദേഹം തന്നെ പറഞ്ഞു. പേര് പറഞ്ഞില്ലല്ലോ, അത് സ്വീകരണം പറഞ്ഞില്ല, ജസ്റ്റിസിന്റെ പേര് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഛത്തീസ്ഗഡിൽ പോയിരുന്നുവെങ്കിൽ അദ്ദേഹം കൊളീജിയത്തിന്റെ ഭാഗമാവും. എന്നാൽ അലഹബാദിലേക്ക് പോയതോടുകൂടി നാട്ടിൽ കഴിഞ്ഞത് ആ സീറോട്ടി പോയി. ഹൈക്കോടതി കൊളീജിയത്തിന്റെ ഭാഗം അല്ലാതായി.
അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം നിർവഹിച്ചതെന്ന് ഇപ്പോഴും പേര് പറയാതെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉജ്ജൽ ഭൂയൻ ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം SIR-ന്റെ ഭാഗമായി ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്നത് പോലെ തന്നെ ഉൾച്ചേർക്കുന്നതിൻ്റെയും ഭാഗമായുള്ള പ്രശ്നങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകരുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നില്ല. പകർപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാകുന്നില്ല. ഇത് അടിയന്തരമായിട്ട് ലഭ്യമാകുന്നുണ്ട്. കാരണം നിലവിൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കാണപ്പെടുന്ന നമ്പർ അത് ഏതാണ്ട് 26 ലക്ഷത്തിലധികമാണ്. അപ്പോൾ അടിയന്തരമായിട്ടും പരിശോധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും പുതിയ വോട്ടർമാർ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടത് എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. ഓരോ മണ്ഡലത്തിലും 10, 20, 25,000 വോട്ട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ലഭിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില മണ്ഡലങ്ങളുടെ പ്രത്യേക പരിശോധന നടത്തിയപ്പോൾ ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ടോ എന്ന സംശയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകൾ BLOമാരുടെ വെരിഫിക്കേഷൻ നടത്തി മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് മുമ്പേ പറഞ്ഞതാണ്. പക്ഷേ അവരറിയുന്നേയില്ല. അപ്പോൾ വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് BLOമാർക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകുകയും വേണം. ആ അറിയിപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അങ്ങനെ ബൾക്കായി എവിടെ നിന്നാണെന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ വോട്ടുകളെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ചേർക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. അത് വളരെ ഗൗരവപൂർണമായ പരിശോധനയ്ക്ക് വിധേയപ്പെടേണ്ടതുണ്ട് എന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഞാൻ ഇന്നലെ തന്നെ നൽകിയിട്ടുള്ള ഒരു കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒഴിവാക്കപ്പെടുന്നത് പോലെ തന്നെ ഉൾപ്പെടുത്തപ്പെടുന്നതിലും ദുരൂഹതയാണ്. BLOമാർ അറിയാതെ BLOമാർക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും നൽകാതെ ആളുകളിങ്ങനെ ആയിരക്കണക്കിന് 1000-കണക്കിന് ആളുകളെ ചേർക്കുന്ന ഒരു സ്ഥിതി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യവും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അത് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന അവസ്ഥയുണ്ടാകണം എന്നതാണ് ഈ സംബന്ധിച്ച് പറയാൻ. പക്ഷേ പുതിയൊരു പ്രോജക്റ്റ് ഇപ്പം സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടത് പുതിയ റെയിൽ പ്രോജക്റ്റ് കേന്ദ്രം കൊണ്ടുവരാൻ പോവുകയാണ്, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ. അത് യാഥാർത്ഥ്യമാകുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കേരളത്തിന്റെ വളർച്ചയ്ക്ക് വികാസത്തിന് തോന്നുന്ന രീതിയിലുള്ള ഗതാഗത സൗകര്യം വേണം. നാഷണൽ ഹൈവേ അങ്ങനെയാണ് പോകുന്നത്. അത് വളരെ പറഞ്ഞതാണ് വിളിക്കുക. കേരളയിൽ പറഞ്ഞപ്പോൾ കേരളത്തിനെ പറ്റി കേരള അംഗീകാരം തരാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മറ്റ് വിവിധ വഴികൾ, ഒരു വഴി മാത്രമൊന്നുമില്ല, നിരവധി വഴികളുണ്ട്. ആ വഴികളൊക്കെ തികഴുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഈ പക്ഷേ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നു. മറ്റ് ധനരാജിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയ 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് പോയി. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിനായിട്ടുള്ള പണത്തിൽ വെട്ടിപ്പ് നടന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വ്യാജ രസീത് കൂട്ടി ആക്ഷേപിച്ചു എന്നതാണ്. ഇതിൽ എന്താണ് പാർട്ടിയുടെ നിലപാട്? കുഞ്ഞികൃഷ്ണൻ പുറത്താക്കിയ പ്രശ്നം തീരൂ? ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റിൽ നാളെയായിട്ട് ആവശ്യമായ നിലപാട്. ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാൽ ചോദ്യം ഇല്ലാതാവും. വളരെ ലളിതമായ താരതമ്യമാണ്. ലളിതമല്ലാത്ത അതായത് പാർട്ടി സംബന്ധമായി അവിടെ ഇതിന് മുമ്പ് ഉയർന്നു വന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോ ഉയർന്നു വന്ന പ്രശ്നം സംഘടന വിരുദ്ധമായ നിലപാടുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അത് ഉൾപ്പെടെ ചേർന്ന് ഇന്നും നാളെയും പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും ചെയ്യുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി അത് സംബന്ധിച്ച് തീരുമാനിച്ചാലേ നമുക്ക് അതിൻ്റെ പ്രവർത്തന കാര്യമുണ്ടോ എന്ന് ഞാൻ മനസ്സിലാവുക. അഴിമതി ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ്? അല്ല, സംഘടന എങ്ങനെയാണ് അത് അറിയാതെ
ചോദിക്കുകയാണ്. അല്ല, സംഘടനയുടെ അധികാരങ്ങൾക്ക് പോയി ഇതിൽ കേസ് കൊടുത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനപരമായിട്ട് പരിശോധിക്കുക. നിങ്ങൾക്ക് വളരെ എടുക്കാം. അല്ല, അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗം അത് എങ്ങനെയാ സംഘടനാവിരുദ്ധ പ്രവർത്തനമാവുന്നത്? അതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ വിശ്വസിച്ചോളാം. അല്ലാതെ രീതിയിൽ ഞങ്ങളുടെ സംഘടന നിലപാട് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഞങ്ങളുടെ സംഘടന കൈകാര്യം. പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട് അത് കൈകാര്യം ചെയ്തതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അതെങ്ങനെയാണ് പാർട്ടി കോടതി കൈകാര്യം ചെയ്യുന്നത്? കുടികൾ പിരിച്ചതിന്റെ ഭാഗമായിട്ട് കണക്ക് ഇപ്പോൾ കണ്ടില്ലല്ലോ. ഒരു എപ്രാളില്ല, ഒരു വേദനയില്ലല്ലോ. ഒരു മറുപടി ചോദ്യമില്ല. ഞാനത് ചോദിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും. ഞാൻ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാം. അതിപ്പോ ആയിട്ടില്ല. രക്തസാക്ഷി ഫണ്ട് ഒരു നായ പൈസ ഒരു തരത്തിലും വഞ്ചിക്കാരോ അനുവദിക്കുന്ന പ്രശ്നം പാർട്ടി സംബന്ധിച്ചില്ല. ഉറപ്പാണ്. ഉയർന്നു വന്ന ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്ന ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഞങ്ങൾ ഇടപെടലുണ്ടെങ്കിൽ ആ പറയും. നേരത്തെ 2 കമ്മീഷനുകൾ അന്വേഷിച്ച് എന്ന് പറയുന്നു. ഈ കുഞ്ഞികൃഷ്ണൻ വീണ്ടും ഈ ആരോപണം ഉന്നയിച്ച സാധനം വീണ്ടും ഒരു അന്വേഷണം പാർട്ടി നടത്തും. അല്ല പക്ഷേ ഞാൻ പറഞ്ഞ പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. ജില്ലാ കമ്മിറ്റി പരിശോധിക്കട്ടെ. അല്ല മാഷ്, ആ വിഷയം നേരത്തെ ഉയർന്നു വന്നപ്പം പാർട്ടി പരിഹരിച്ചെന്നാണോ മാഷ് പറഞ്ഞത്? എങ്ങനെയാണ് പരിഹരിച്ചത്? അറിയാൻ വേണ്ടി പൊതുഫണ്ട് ഒരു ക്രമക്കേടും പാർട്ടി കൊടുക്കില്ല. നിശ്ചയിക്കേണ്ട ആളുകളെ കോടാനുകോടി രൂപ ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീടുണ്ടാക്കുമ്പോൾ 300 കോടി 350 കോടി കൊണ്ട് എവിടെ പോയി? അപ്പുറത്ത് നിങ്ങളായിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർമ്മിക്ക് പറയാം, വീടുന്നായ പൈസ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള ഒരു ഫണ്ടിൽ നിന്നും നഷ്ടപ്പെടാൻ CPIM അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരായാലും ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നത് മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്, ഈ സ്വീകരിക്കുകയും പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരാളുടെ വേണ്ടിയുള്ള ഫണ്ടിന്റെ ഭാഗമായിട്ട് ഒരു നയ പൈസ ചോർന്നു പോവാനോ അല്ലെങ്കിൽ തെറ്റായി കൈകാര്യം ചെയ്യാനോ പാർട്ടി അനുവദിക്കുന്ന പ്രശ്നമില്ല, അനുവദിച്ചിട്ടില്ല. ഉറപ്പായിട്ട് ഞാൻ പറയും. അതല്ലേ പറയാം അവിടെ ചർച്ചയുടെ എങ്ങനെയാണ് പാർട്ടിയുടെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ക്രിമിനൽ കേസും മറ്റു കേസുകളും പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായിട്ട് കൈകാര്യം ചെയ്യുക. ഞങ്ങൾ ഇന്ന് ജില്ലാ സെക്രട്ടറിയും നാളെ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയുണ്ട്. അത് കഴിഞ്ഞ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുന്ന ഘട്ടം വരുമ്പോൾ ഞങ്ങൾ ഇടപാട് ചെയ്യുന്നത് ഇടപെടും. അതിനുശേഷം വീണ്ടും ഈ ഒരു പരാതി വരുന്നു. അത് സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിരുന്നു, മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായിരുന്നു, ഒരു പരിഹാരം ഉണ്ടായില്ല എന്ന് പറയാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? പ്രശ്നമുള്ളത് മാഷ ഇത് അല്ല മാഷ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് രണ്ടും ചർച്ച ചെയ്തതിനു ശേഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇടപെടേണ്ടുന്ന ഘട്ടം വന്നാൽ ഞാൻ ഇടപെടുന്നതാണ് ഞാൻ പറഞ്ഞത്. അതാണ് എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം. ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണൻ വഴിയെ പോയ പാർട്ടി
അല്ല മാഷേ ഇത് പ്രതിപക്ഷ ആരോപണമല്ല. ഇത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം പരസ്യമായി പറയാൻ കാരണം നിങ്ങളുടെ പാർട്ടിക്കകത്ത് ജില്ലാ കമ്മിറ്റിക്കകത്ത് പറഞ്ഞിട്ട് അത് വേണ്ട രീതിയിൽ പാർട്ടി ഗൗനിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പരസ്യമായി പറയേണ്ടി വന്നത്. പിന്നെന്തുകൊണ്ട് അതിലൊന്നും പരിഗണനയില്ലാതെ പാർട്ടി നിലപാടുകളാണ് സ്വീകരിക്കുക. മറ്റേതൊന്നും പാർട്ടിയെ പോലെയല്ല. ഞങ്ങൾ കൃത്യമായി പരിഗണിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന പാർട്ടിയാണ് ഇനിയും സ്വീകരിച്ചു പോകും. പിന്നെന്തുകൊണ്ട് പരസ്യമായി പറഞ്ഞു മാഷേ? പിന്നെന്തുകൊണ്ട് പരസ്യമായി പറയുന്നത്? മാഷ് സംസ്ഥാന സെക്രട്ടറി മന്ത്രി സജി ചെറിയാനും AK ബാലൻ നടത്തിയ പരാമർശം ഉചിതമായില്ലെന്ന് മുതിർന്ന നേതാവായ പാർവതി മുഹമ്മദ് കുട്ടി ഇന്ന് മലപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണ് ഈ സജി പ്രസ്താവന പിൻവലിച്ചെങ്കിലും അതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. അപ്പോൾ അതെങ്ങനെയാണ് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അതായത് പാർട്ടി ഇന്ത്യയിലെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്. അതാണ് CPI. വർഗീയ രീതിയിലുള്ള ഒരു പരാമർശം പാർട്ടിയുടെ ഒരു ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാകുന്നത് ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കും. ഈ നിലപാടാണ് പാർട്ടി പൊതുവെ സ്വീകരിക്കുന്നത്. ആ പൊതു സ്വീകാര്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് പാർട്ടി സജി ചെറിയാന്റെ നടപടിയുണ്ടോ? താക്കീത് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നടപടി പരിഹരിക്കല്ലേ. അദ്ദേഹം തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ. പാർട്ടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞില്ല. ഈ പറഞ്ഞ കേന്ദ്രം പഠിപ്പിച്ചു. ഗൃഹസമ്പർക്ക പരിപാടിയിൽ മനസ്സിലാക്കുന്നത് ഒരു തരത്തിലും തെറ്റ് CPM ഇല്ല, എല്ലാം ശരിയാണ്. ഒരുപാട് അല്ലല്ല, അങ്ങനെയല്ല. അതുകൊണ്ട് ഉപയോഗിച്ചെടുത്താണ് വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ കൂട്ടുള്ള പാർട്ടികളും അതിനെയൊക്കെ ഉപയോഗിച്ച് തെറ്റായ രീതിയിലുള്ള പ്രചാരങ്ങൾ നടത്തിയിട്ട് അത് കുറെ ശേഷിച്ചിട്ടുള്ള അവസ്ഥയുണ്ട്. പക്ഷേ ഒരു ചോദ്യം. ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിൽ ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യത്തിൽ ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കേണ്ട എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു. ഇതിൽ പറയാൻ LDF-നും CPM-നും അവകാശമില്ല, ഈ ഒരു കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വിമർശിക്കാൻ അവകാശമില്ല എന്ന വാദമാണ് പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി നടത്തുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് ശരിക്കും വർഗീയ പ്രചാരകരെയാണ്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസും എടുത്തുകൊണ്ടിരിക്കുന്നത് വർഗീയതയോടൊപ്പം പ്രോഗ്രാമാണ്. എന്നിട്ട് മറ്റാർക്കും പറയാം, അദ്ദേഹത്തിന് മാത്രമേ വർഗീയ പരാമർശം വർഗീയ പ്രവർത്തനം നടത്താൻ പാടുള്ളൂ, മറ്റാർക്കും അതിനെപ്പറ്റി ഇതായി ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹമാണ് കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇനിയും ഞങ്ങൾ കൂട്ടുകൂടും. ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം പോകണം എന്ന് പറയുന്ന വാദിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. അത് തന്നെയാണ് ഞങ്ങൾ പരിപാടി ഇപ്പോഴും ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും VD സതീശൻ പറയുന്നത് ഞങ്ങൾ അവരുമായിട്ട് ചേരും. വർഗീയതക്കെതിരായിട്ട് ഞങ്ങൾക്കെതിരെ വിമർശിക്കാൻ ഒരാൾക്ക് അവകാശമില്ലാതെ പറഞ്ഞതിന്റെ അർത്ഥം വർഗീയതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ആരാധന പോലെ BJP-യുമായിട്ടും അതുപോലെ തന്നെ RSS-ഉമായിട്ടും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസ് കേരളത്തിലുള്ളത്. അതിലൊപ്പം തന്നെയാണ് EU ഉള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമി നിലപാട് മാറ്റിയതാണ് സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അവരെന്നെ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ മാറ്റിക്കാം. പിന്നെ സതീശൻ മാറ്റാത്തത് സതീശന് ആര് വോട്ടിടാൻ വേണ്ടിയിട്ട് എന്ത് അവസരവാദം നിലപാട് ചെയ്യുന്നയാളാ. അതാ കാര്യം. എന്നിട്ട് വർഗീയതക്കെതിരായിട്ട് വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും. മറ്റാരും പറയാൻ പാടില്ല, മറ്റാരും പറയാൻ അവകാശമില്ലെന്ന് പറയും. പക്ഷേ KM ഷാജിയുടെ തുടർച്ചയായ വിവാദപരമായിട്ടുള്ള വർഗീയ പരാമർശം ഇതേ ചോദ്യങ്ങൾ നമ്മൾ VD സതീശനോട് ചോദിച്ചു. അത് ആ ഭാഗത്തിന് മറുപടി പറയുന്നില്ല, അത് കേട്ടതായി ശ്രദ്ധിക്കുന്നുമില്ല. AKയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രശ്നമുണ്ട്. ഈ ഷാജി എന്ത് തോന്നിയാസം പറയാൻ ഒരു മടിയില്ലാത്ത രാഷ്ട്രീയ നേതാവെന്ന് പറയാൻ പറ്റില്ല. തോന്നിയാസം എന്ത് പറയും, അതിനോട് മഴ പറയാൻ പറ്റില്ല. അവിടെ പറയാം തോന്നിയാസം AKയെ പറ്റി പറഞ്ഞതെല്ലാം തോന്നിയാസം പറയാൻ അപ്പുറത്തൊന്നും പറയാൻ പക്ഷെ ഒരു കാര്യം പക്ഷേ ഈ റെയിൽവേയുടെ കാര്യത്തിൽ ഇപ്പം അതിവേഗ റെയിൽവേ തന്നെയാണോ കേന്ദ്രം കൊണ്ട് റെയിൽ തമ്മിൽ പിന്തുണയ്ക്കുവാണോ? ഏത് സാധ്യതകളും
ഈ അതിവേഗ അതിവേഗ റെയിൽ പാളത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട് നമുക്ക് പേരുവിക്കാം. കേരളത്തിൽ അതേപോലെ ഓടണം, കാരണം അതുകൊണ്ട് അംഗീകരിക്കുന്നില്ല, അത് വെറുതെ നിന്ന് പറഞ്ഞിട്ട് കഴിയില്ല. അപ്പോൾ അസംബന്ധിച്ചിട്ടുള്ള പുതിയ പ്രൊജക്റ്റുകൾ വരുത്തുന്നെങ്കിൽ അതിനെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്, ആവശ്യമായ നിലപാട് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ സുധാകരനും ജില്ലകളിൽ പറയാമോ അവർ കൊണ്ടാൻ കഴിയില്ല, അവരെല്ലാം കുറിച്ചെടുത്തു. ഇവരെല്ലാം യഥാർത്ഥത്തിൽ വികസന വിരുദ്ധമായ നിലപാട് ചെയ്യുന്നവർ കാലഘട്ടത്തോടുള്ള രീതിയാണ് അതിൽ ഇത് സംബന്ധിച്ച ചർച്ച CM-ഉം E. ശ്രീധരനും ഒക്കെ നടത്തിയിരുന്നു പാർട്ടിക്ക്.